ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അവാമി ലീഗും കൂടെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയെ വെച്ചിട്ട് ഇനി യൂണിസിനും സംഘത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെല്ലാം കൂടെ സ്വീഡനിലേക്ക് കുടിയേറാൻ ചില ശ്രമം നടത്തുന്നതും കേൾക്കുന്നു. ആ അത് അമേരിക്കയിലേക്കാണെന്നും കേൾക്കുന്നുണ്ട്, സ്വീഡനാണെന്നും പറയുന്നുണ്ട്. അതല്ല, അമേരിക്ക വഴി സ്വീഡനാണെന്നും പറയുന്നുണ്ട്. ഇവരുടെ ഒരു ഈ ബംഗ്ലാദേശിൻ്റെ അവാമി ലീഗിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അയാളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലയാൾ പറഞ്ഞു അവർ അമേരിക്കയിലേക്കാണ് പോകാൻ പോകുന്നതെന്ന്. ഏതായാലും അവരവിടെ നിന്ന് സ്ഥലം വിടാൻ ആലോചനയുണ്ട് എന്നുള്ളത് സത്യമാണ്. നിൽക്കളിയില്ല അവർക്ക്, ഒന്ന് കഴിക്കാൻ ഭക്ഷണമില്ല. അവർ ആകെ പ്രശ്നത്തിലായിട്ട് നമ്മളാണ് അവർക്ക് 25,000 ടൺ അരി കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ വെറുതെ കൊടുത്തതല്ല, അവർ ഗ്ലോബൽ ടെൻഡർ ഇട്ടു. അപ്പോൾ പാകിസ്ഥാൻ, ബ്രസീൽ, ഇന്ത്യ ഒക്കെ കോട്ട് ചെയ്തു. അതിൽ ലോവസ്റ്റ് ഇന്ത്യ ആയിരുന്നു. ഒരു ഇന്ത്യൻ ബിസിനസ്മാനാണ് 25,000 ടൺ അരി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 25,000 ടൺ കൊണ്ടായില്ലല്ലോ, ഒരു ദിവസത്തെ കഞ്ഞിക്ക് പോയിട്ടില്ല അത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവർക്ക് അരി വേണം. അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ബർമയിൽ നിന്നാണ്, പിന്നെ അവരുടെ സ്വന്തം അരി. ബർമയിൽ നിന്ന് അരി വരുന്നത് ഈ അറക്കൻ ആർമി തടഞ്ഞു. അത് വലിയൊരു പിശാചായിട്ട് നടുക്ക് നിൽക്കുകയാണ്. അവർ തടഞ്ഞു. അവർ ബംഗ്ലാദേശിൻ്റെ ഫിഷിംഗ് ബോട്ട് 58 ഫിഷിംഗ് ബോട്ട് അറക്കൻ ആർമി പിടിച്ചുകൊണ്ട് പോയി. പിന്നെ തിരിച്ചു കൊടുത്തു. 3 ചെറുതരം കപ്പലുകൾ അവർ പിടിച്ചു വെച്ചു. ഇതുപോലെ ഈ കാർഗോ കൊണ്ടുപോകുന്നു, ബർമയിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ 4 എണ്ണം പിടിച്ചു വെച്ചു, 3 എണ്ണം തിരിച്ചു കൊടുത്തു. ഒരെണ്ണം പറഞ്ഞു അവരുടെയാണ് ഈ കടൽ, ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു പ്രദേശം അറക്കൻ ആർമിയുടെ ആണെന്ന് അവരങ്ങോട്ട് പ്രഖ്യാപിച്ചു. അതിലെ ആര് പോയി കഴിഞ്ഞാലും ആ കപ്പലിലുള്ള ചരക്കുകളുടെ 10% ഡ്യൂട്ടി അറക്കൻ ആർമിക്ക് കൊടുക്കണം. ഇത് അവസാനം ബംഗ്ലാദേശ് കൊടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവർ കപ്പലും വിട്ടു. ബർമയിൽ നിന്ന് നെക്സ്റ്റ് ഡേ 36,000 ടൺ അരി ബംഗ്ലാദേശിലേക്ക് വന്നു. പൈസ ഇവർക്ക് അറക്കൻ ആർമിക്ക് കൊടുത്തു കാണും. ഇതാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. ഇത് എത്ര കാലം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും? ഇട്ടിട്ട് നാട് വിടുകയല്ലാതെ. മാത്രമല്ല, ഇവർ റീഗ്രൂപ്പ് ചെയ്യുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ അവാമി ലീഗിൻ്റെ ഒരു 15 പേര് ഒരു ജാഥ ഡാക്കയിൽ നടത്തി. അതെ, അത് ഈ അട്ടിമറിക്ക് ശേഷം 15 15 റോഡിലിറങ്ങാൻ ധൈര്യം കാണിച്ചില്ലേ അവർ. അതെ. ഇപ്പോൾ എന്ന് മാത്രമല്ല, ഷെയ്ഖ് ഹസീന വീഡിയോയിലൂടെ ബംഗ്ലാദേശിലെ ആൾക്കാരോട് സംസാരിച്ചു, ഈ ഭരണകൂടത്തോട് സഹകരിക്കരുത്, ഇവർ നേരായ വഴിയിൽ അധികാരത്തിൽ വന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അവർ മുജീബുർ റഹ്മാൻ്റെ വീടൊക്കെ തകർത്തത് ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർക്ക് ദേഷ്യം മുഴുവൻ മുജീബുർ റഹ്മാനോടാണ്. എന്തിനാണെന്ന് മനസ്സിലാവണില്ല. അവരുടെ ആഗ്രഹം ഇത് പാകിസ്ഥാനുമായിട്ട് ചേരണമെന്നുമാണ്. പക്ഷേ പാകിസ്ഥാൻ ഈ തലവേദന ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. അവിടെ തലയിടാൻ അവർ തയ്യാറാണ്, പക്ഷേ തലവേദനയ്ക്ക് അവർ തയ്യാറല്ല, ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുടെ ഇടപെടലുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇപ്പം അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തൊന്ന് സംസാരിക്കാനെങ്കിലും തയ്യാറായല്ലോ, ഓൺലൈനിലൂടെ ആണെങ്കിലും. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട്, പക്ഷേ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇത് കേന്ദ്ര സർക്കാർ പുറത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് അവരുടെ ഒരു വീഡിയോ പുറത്തേക്ക് വരണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ആജ്ഞയിലേ പറ്റുള്ളൂ. അല്ലാതെ അവർ സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി താമസിക്കുകയൊന്നുമല്ല. സർക്കാർ കസ്റ്റഡിയിലാണ് അവർ, സർക്കാർ പ്രൊട്ടക്ഷനിലാണ്. അപ്പോൾ അവർ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുന്നതാണ്. ഈവൻ ഈ അറക്കൻ ആർമിയെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നൊരാരോപണം ബംഗ്ലാദേശ് ഉന്നയിക്കുന്നുണ്ട്. അറക്കൻ ആർമി എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമി അല്ല എന്നൊന്നും ഇന്ത്യ പറയാനും പോയിട്ടില്ല. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ, ബംഗ്ലാദേശിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വരില്ല. ഒന്നും വരില്ല, ഒരക്ഷരം വരില്ല. പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ഇല്ല, ഒന്നുമില്ല. അവർ പലവിധ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറക്കും ബംഗ്ലാദേശ്. നമ്മളത് കൺഫേം ചെയ്യുകയില്ല, ഡിനൈ ചെയ്യുകയുമില്ല. ഇപ്പോൾ അറക്കൻ ആർമിയെ നമ്മൾ സഹായിക്കുന്നു എന്ന് അവർ പറഞ്ഞു. നമ്മളത് നിഷേധിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. നമ്മൾ വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ നമ്മളൊരു
ഞാനിന്മേൽ കളിയാണ്, സൂത്രകളിയൊക്കെ നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഓപ്പൺ-എൻഡഡ് ആയിട്ട് വിടില്ല, ഒന്നും മിണ്ടാനും പറയാനും പോകാതെ. അതേസമയം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പ്രസൻസ് നമ്മൾ കൂട്ടി. നമ്മളുടെ ബോർഡർ ഈ ബാക്കി കമ്പിവേലി ഇടാൻ കുറേ ബാക്കിയുണ്ട്, അത് തകൃതിയായിട്ട് അതിൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ കംപ്ലീറ്റ് ബോർഡർ നമ്മൾ സീൽ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ നിലപാട് മതിൽ കെട്ടി ബംഗ്ലാദേശിനെ ഐസൊലേറ്റ് ചെയ്യുക, അതിനകത്ത് എന്ത് നടക്കുന്നു നടന്നോട്ടെ എന്ന് വിചാരിക്കും. ബംഗ്ലാദേശ് ചുറ്റപ്പെടുമല്ലോ, കാരണം 3 വശത്തും ഇന്ത്യ ആയില്ലേ, പിന്നെ മറ്റൊരു അരക്കൻ ആർമി കൂടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ മുനമ്പത്ത് വഖഫിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് കുറച്ച് വീടുകളൊക്കെ ഒഴിപ്പിച്ചാൽ ബംഗ്ലാദേശിൽ കുറച്ച് അങ്ങോട്ട് വരും. കഴിഞ്ഞ ദിവസം കണ്ട് അവിടെ ബംഗ്ലാദേശികളൊക്കെ വന്നു പിടിച്ചു എന്നൊക്കെ പറയുന്നല്ലോ. ഈ ബംഗ്ലാദേശികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. മുനമ്പത്ത് പിടിച്ചു. മുനമ്പത്ത് പിടിച്ച് ഈ CPM-ൻ്റെ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതാണ്, ഇന്ത്യൻ പൗരത്വം കൊടുക്കേണ്ടതാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമം പിണറായി വിജയൻ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ പിണറായി വിജയൻ അവർക്ക് പൗരത്വം കൊടുക്കണം. ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അന്നേ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്കിതിൽ റോളൊന്നുമില്ല, കേന്ദ്ര സർക്കാരാണ് പൗരത്വം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും, നിങ്ങൾ ബഹളം വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, CAA നിയമം മറ്റാരംഗീകരിച്ചാലും ശരി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അംഗീകരിക്കാത്ത സ്ഥിതിക്ക് പിന്നെ ഇവർക്ക് പൗരത്വം കൊടുക്കണ്ടേ? പക്ഷേ ഇവർ പിടിച്ചുകൊണ്ട് പോവുക ചെയ്തത്. പിണറായി വിജയൻ്റെ പോലീസ് തന്നെയാണ് പിടിച്ചുകൊണ്ട് പോകും. എവിടെ കണ്ടാലും ബംഗ്ലാദേശിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവർ അമേരിക്കയ്ക്ക് പോവോ, സ്വീഡനിലേക്ക് പോവോ, ഇന്ത്യയിലേക്ക് വരുമോ? അല്ലേ, ഈ വന്ന ബംഗ്ലാദേശിയൊക്കെ നേരത്തെ നുഴഞ്ഞേറിയൊക്കെ വരുന്നതാണ്. മറ്റത് ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നത് ഈ യൂനിസും അയാളുടെ സംഘവുമാണ്. അത് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നല്ലേ? യൂനിസ് ഒന്നും ചെയ്തിട്ടില്ല, യൂനിസ് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ബട്ട് അയാളുടെ കൂടെയുള്ള മറ്റ് അഡ്വൈസേഴ്സ്, അയാളുടെ സംഘമുണ്ടല്ലോ, അവരാണ് ഈ ഓപ്പൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഏത് നിമിഷവും പറക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ. അയാൾ എന്ത് ചെയ്യും എന്ന് ആർക്കും അറിയില്ല. അയാളെപ്പറ്റി അയാൾ പോകാൻ പോകുന്നു പറഞ്ഞ് വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല. അയാൾ മിക്കവാറും അമേരിക്കയിൽ അഭയം തേടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഹിലരി ഫൗണ്ടേഷൻ, ക്ലിൻ്റൺ ഫൗണ്ടേഷനൊക്കെ അയാളെ സംരക്ഷിക്കാനുണ്ടാവും. ഇല്ലീഗൽ എമിഗ്രൻസിനെ മുഴുവൻ ട്രംപ് പുറത്താക്കുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരും ഭരണകൂടത്തിൻ്റെ ആൾക്കാരും ഒക്കെ കൂടെ പോകണ്ടേ? അമേരിക്ക സ്വീകരിക്കുമോ? ഇല്ലില്ല, അവരൊന്നും പോകുന്നില്ല, അവരിവിടെ കിടന്ന് അനുഭവിക്കുകയുള്ളൂ. യൂനിസ് സ്ഥലം വിടും. യൂനിസ് ഇപ്പം പൊളിറ്റിക്കൽ അസൈലം എന്ന് പറഞ്ഞിട്ടൊക്കെയാണല്ലോ ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു. അവർ രാഷ്ട്രീയ അഭയം തേടിയാണ് വരുന്നത്. അത് ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് കൂട്ടുകയില്ല, അവർ രാഷ്ട്രീയ അഭയം തേടി വരുന്നത്. ഇപ്പോൾ യൂനിസിൻ്റെ പോക്ക് വേറെ. ജമായത്തെ ഇസ്ലാമിക്കാരൻ അവിടെ നുഴഞ്ഞ് കയറാൻ ചെന്നാൽ സംഗതി കുഴപ്പമാകും. ഇതുപോലെ കയ്യിലും കാലിലും കഴുത്തിലും ചങ്ങലയൊക്കെയാണ് തിരിച്ചു. അതുകൊണ്ട് അവർക്കൊന്നും പോകാനൊന്നും പറ്റില്ല. യൂനിസിന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും. അപ്പോൾ നിലവിലെ അവസ്ഥ ഈ BNPയും ഈ അവാമി ലീഗൂടൊക്കെ ഒന്നിക്കുന്നു, വീണ്ടും ഷെയ്ഖ് ഹസീന അവിടേക്ക് വരുന്നു, യൂനിസ് പുറത്തു പോകുന്നു. അപ്പോൾ വീണ്ടും ഇന്ത്യയുടെ പ്രസൻസിൽ, ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് ഭരണകൂടം നിലവിൽ വരും ഷെയ്ഖ് ഹസീനയുടെ. അതാണ് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ. പ്രാക്ടിക്കൽ സൊല്യൂഷൻ ബംഗ്ലാദേശിന് അതാണ്. ഈ യൂനിസ് കയറ്റിയ വിഷം യൂനിസ് തന്നെ ഇറക്കുക, അത് മാത്രമേ ബംഗ്ലാദേശ് പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അതിന് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. തന്നെ അത്യാവശ്യം നമ്മൾ സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നടക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.